ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. സ്വതന്ത്ര സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അപ്പോൾ ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ബംഗാളി സാഹിത്യത്തിലെ ആദ്യ നോവലാണ് ദുർഗേശ നന്ദിനി. 1865 രചിക്കുന്നത് കേട്ടോ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ സാഹിത്യകൃതിയാണ് ദുർഗേശ നന്ദിനി എന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം 1882 ആനന്ദമഠം പ്രസിദ്ധീകരിച്ച മാസിക ബംഗദർശനാണ്. 1872 ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രമാണ് ബംഗദർശൻ. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഇംഗ്ലീഷ് നോവലാണ് രാജ്മോഹൻ വൈഫ് എന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവലാണ് സീതാറാം എന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ മറ്റു കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കൃഷ്ണചിത്ര, ദേവി ചൗധരണി, വിഷവൃക്ഷ, മൃണാളിനി. ഏതൊക്കെയാണ്? കൃഷ്ണചരിത്രയാണ് കേട്ടോ. കൃഷ്ണചരിത്ര, ദേവി ചൗധരണി, വിഷവൃക്ഷ, മൃണാളിനി ഇതെല്ലാം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ മറ്റു കൃതികളാണ്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി ദീനബന്ധു മിത്ര എഴുതിയ നോവലാണ് നീൽദർപ്പൺ. നീൽദർപ്പൺ എന്നത്. നീൽദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷൻ എന്നത്. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ എന്നിവരാണ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. സാരേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ച വ്യക്തിയാണ് അബനീന്ദ്രനാഥ ടാഗോർ. ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലച്ഛായ ചിത്രമാണ് ഭാരതമാത. ഭാരതമാത എന്നത്. നന്ദലാൽ ബോസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമാണ് സതി എന്നത്. കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്ത നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ അഥവാ വില്ലേജ് ഡ്രമ്മർ എന്നത്. 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം പ്രദർശിപ്പിച്ചു. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ച ചിത്രകാരനാണ് അമൃത ഷേർക്കൽ എന്നത്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1959 ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ച വ്യക്തിയാണ് ജോസഫ് നോയൽ പാറ്റേൺ. ജോസഫ് നോയൽ പാറ്റേൺ. ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നവറോജിയുടെ പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത്. മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ രാഗമാണ് മോഹൻ കൗൺസ് എന്നത്. ഗാന്ധി ചിത്രത്തിന് വേണ്ടി പണ്ഡിറ്റ് രവിശങ്കർ ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ച വർഷമാണ് 1983. ഇന്ത്യൻ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശീയരാഗം. വിവേകാനന്ദൻ്റെ പ്രധാന കൃതികളാണ് കർമ്മയോഗ, ഭക്തിയോഗ, രാജയോഗ എന്നത്. സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണ് ജന്മഭൂമി. സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ് ജന്മഭൂമി. സുബ്രഹ്മണ്യ ഭാരതി രചിച്ച ഗാനമാണ് ഓടി വിളയാട് പാപ്പ. ഓടി വിളയാട് പാപ്പ എന്നത്. ദയാനന്ദ സരസ്വതിയുടെ കൃതികളാണ് വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക. വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ പ്രധാന കൃതികളാണ് പ്രിസൺ ഡേയ്സ്, ദ എവല്യൂഷൻ ഓഫ് ഇന്ത്യ, സോ ഐ ബിക്കേം എ മിനിസ്റ്റർ എന്നത്. പ്രേംചന്ദിൻ്റെ കൃതികളാണ് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇതെല്ലാം ഹിന്ദി ഭാഷയിലുള്ളതാണ് കേട്ടോ. സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണ് പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. ഇതെല്ലാം തമിഴ് ഭാഷയിലുള്ളതാണ്. അൽത്താഫ് ഹുസൈൻ ഹാലിയുടെ കൃതികളാണ് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവീദ്. ഹയാത്ത് ഇ സാദിയും ഹയാത്ത് ഇ ജാവീദ് എന്നത്. ഭാഷ ഉറുദു ഭാഷയാണ് കേട്ടോ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കലിൻ്റെ മറാത്തി ഭാഷയിലെ കൃതിയാണ് നിബന്ധമാല. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കലിൻ്റെ മറാത്തി ഭാഷയിലെ കൃതിയാണ് നിബന്ധമാല എന്നത്. വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഇതെല്ലാം മലയാള ഭാഷയിലാണ്.